സ്വർഗത്തേക്കാൾ സുന്ദരമാണി സ്വപ്നം വിടരും ഗ്രാമം. ഹോ, അങ്ങനെ നാടെത്തി. ഞാൻ ഈ മലയാള നാടിന്റെ ഗന്ധമൊന്ന് ആസ്വദിക്കട്ടെ. കൊച്ചി എത്തി. വണ്ടി വിട്ടോ. ജി സാർ. നിങ്ങൾ പറയണ കേട്ടൊന്നും ഞാൻ വേറെ ഏതോ പെണ്ണിനെടുത്താ പോയതെന്ന്. ഇവളുണ്ടല്ലേ ഇവളെന്റെ സ്വന്തം ഭാര്യയാണ്. അവളോട് ഞാൻ മിണ്ടിന്ന് പറഞ്ഞിരിക്കും. സ്വന്തം ഭാര്യ നീ ഇവളോട് മിണ്ടിയന്റെയും പറഞ്ഞതിന്റെയും ഫലാടാ ഈ നേരത്തെ നിൽക്കുന്നതൊക്കെ. ഒരു കൊടിയോടി മേടിച്ചെടുക്കണ ഒരു ജാതക്കുള്ള ആളുണ്ടല്ലോ. എന്റെ ഭഗവതി, നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. സ്വന്തം ഭാര്യ അടുത്ത് മിണ്ടാൻ പാലെന്ന തള്ളേ ലോകത്താദ്യമായിട്ട് കാണുകയാണ് മൂദേവി. നീ എന്താണ് എന്നെ വിളിച്ചത്? മൂദേവിനോ? അതെ, മൂദേവി, മൂങ്ങ, രാക്ഷസി, മൂദേവി. എല്ലാ ചീത്തപ്പേരും നിങ്ങൾക്ക് തരും. നിങ്ങളുടെ ഭാര്യ ഞാൻ അവിട്ട് വെച്ച് പൊട്ടിച്ചാളി. ഞാൻ ശരിപ്പെടുത്തി തരാം. നിന്റെ പണി ഞാനുണ്ട്. ഞാൻ അങ്ങോട്ടല്ല. ഞാൻ എങ്ങോട്ടാണെന്ന് പറഞ്ഞില്ലല്ല. എങ്ങോട്ടെങ്കിലും പോട്ടെ. അയ്യോ എന്റെ അമ്മേ. അവനെ പിന്തുടരൂ. ആ ബൈക്കായിട്ട് ഫോളോ ചെയ്യൂ. താൻ എന്തിനാണോ വണ്ടി ഇടുന്നത്? ആ ബൈക്കിന് ഫോളോ ചെയ്യണോ? എന്റെ അമ്മോ, ഏത് തന്റെ ടയറാണത്? എന്താണ് താനെന്തിനാണ് ഈ ടയറെ കൊണ്ട് കാശല്ലേ വേണ്ടു? പിടിച്ചോ, 100 രൂപ പിടിച്ചോ. 100 രൂപയോ 200 താടോ? നീ താടോട്. 200 രൂപ. 6 ചട്ടിക്ക് 200 രൂപ. അപ്പൊ ഒരു ചട്ടിക്ക് എന്താ? ഇതെന്റെ ടയറാ. വീട്ടിപ്പോടാ. ഇതെന്റെ ടയറാണ്. എന്തൊരു കഷ്ടം. ധാരാവി കേട്ടിട്ടുള്ള കേറ്റിക്കള ഞാൻ. ഈ മലയാളീസിന്റെ കാര്യം ചതിയന്മാരാണല്ലേ. 200 കൊടുത്താൽ ടയർ കിട്ടിയില്ലേ? ഈ സൈഡ് രണ്ടും ഓക്കെ. ആ സൈഡായിരിക്കും. ഈ സൈഡും രണ്ടും ഓക്കെ. അപ്പൊ പിന്നെ ഈ ടയർ ഏതാണ് സാർ? ആകാശത്ത് വന്നോ? ഫ്ലൈറ്റിൽ നിന്ന് വീണതായിരിക്കോ? ലാൻഡ് ചെയ്യുമ്പോ അറിയാം. ഇയാളാണ് ആള്. ഏട്ടാ പിടിച്ചോ, ഫ്രീയാ. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ. ജി, സമാധാനമായല്ലോ. ഇനി സ്വസ്ഥമായിട്ട് വണ്ടി ഈ റോഡിൽ പോട്ടെ. നീ എങ്ങോട്ടാ? മൊബൈലുമായിട്ട് ആ പെണ്ണ് പോസ്റ്റ് ഓഫീസിന്റെ മുമ്പിൽ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു. ഏത് പെണ്ണ്? ഒരു പെണ്ണ്. ഇവിടെ നിന്ന പ്രശ്നം. നീ വേഗം വണ്ടി വിട്. നീ വണ്ടി എടുക്ക്. വണ്ടി നിർത്തണം. ഹരീഷ്ണ, ഇവ പൊങ്ങിയില്ലേ? ഹരീഷ്ണ. അയ്യോ, താനെന്തിനാ കരയണത്? ഹരി എന്തിയേ? അവൻ കാറിടിച്ച് വെള്ളത്തിൽ പോയി. കാറ് പിടിച്ച് വെള്ളത്തിൽ പോയാ? കാറ് പിടിച്ചല്ലടോ, കാറിടിച്ച് വെള്ളത്തിൽ പോയിന്ന്. അയ്യോ ഹരീഷ്ണ, എനിക്ക് കാശിനോളം വെള്ളത്തിൽ പോയാ. കാശ് വെള്ളത്തിൽ പോയാ? അയ്യോ നിന്ന് കരയാതെ കക്ഷിയെ രക്ഷപ്പെടുത്താൻ നോക്ക്, അല്ലെങ്കിൽ ടാക്സിയുടെ വെയിറ്റിംഗ് ചാർജ് കൂടി പറഞ്ഞേക്കാം. നോക്കിക്കാതെ ചാടോ. നീന്തൽ പഠിക്കാതെ ഞാൻ വെള്ളത്തിൽ ചാടുന്ന പ്രശ്നമില്ല. ഞാൻ ഈ വെള്ളത്തിൽ കിടക്കണോണ്ട് കാശ് കണ്ടിട്ടാ തന്റെ ടാക്സി വിളിച്ച് വന്നത്. തന്റെ ടാക്സി ചാർജ് വെയിറ്റിംഗ് ചാർജ് വേണ്ടി ചാടോ. ഗണപതി പപ്പ മോറിയ ഗണപതി പപ്പ, അല്ലെങ്കിൽ അത് വേണ്ട. സ്വാമിയേ ശരണമയ്യപ്പ. അങ്ങനെ അയാളും പോയി. ചാടിയ പോലീസാണ് അറിയാവോ? ഇനി വേറെ ആരെങ്കിലും പൊക്കിക്കൊണ്ട് വരുവോ? വല്ല തുമ്പം കിട്ടിയാ? തുമ്പല്ല സാബ്, ഫുള്ളും കിട്ടി. Oh my God! മുയ് മോനും മീൻ കൊത്തി തിന്ന് പൊടി പോലും ഇല്ലല്ലോ കണ്ടുപിടിക്കാൻ. ആകാശം ഒന്ന് നോക്കിയേ, അവനാണാ നോക്കട്ടെ. അയ്യോ, ഇത് അവനല്ല. അവന്റെ കണ്ടത്തിൽ ഒരു വലിയ മറുകണ്ടായിരുന്നോ? വേറെ എടുത്തോട്ട് വാ. ഉള്ളതിൽ നല്ല നോക്കിയാണ് സാബ് എടുത്തത്. 3 എടുക്കണ. എവിടെ നോക്കിയാ വണ്ടി ഓടിക്കണം?
അയ്യോ പെണ്ണായിരുന്നല്ലേ. എവിടെ നോക്കിയാ വണ്ടി ഓടിക്കണേ? ഇടോ മര്യാദക്ക് സംസാരിക്കണോ? ഒരു മര്യാദ കരുതി നീ പോടി ഏപ്പരാച്ചി. ഇവളൊക്കെ ഉണ്ടല്ലോ ഒറ്റ അടി വെച്ചെന്നിറങ്ങി പല്ല് 32 താഴെ കിടക്കും. ഡോ ഞാൻ ആരാണെന്ന് തനിക്കറിയില്ല. നീ ആരാണെങ്കിലും എനിക്കെന്തൊരു ശീമപ്പ നീ. ഞാനൊരു കംപ്ലൈന്റ് എഴുതി കൊടുത്താലേ നിന്റെ ലൈസൻസ് അവര് കട്ട് ചെയ്യും. എന്താ പ്രശ്നം? ഇയാൾ എന്നെ കേറി പിടിച്ചു. അത് ശരി, പട്ടാപ്പകല് പെണ്ണുങ്ങളെ കയറി പിടിക്കല്ലേ? അടിക്കണോ? ചേട്ടൻ കൊന്നേ. എന്തിനാ? നമുക്ക് ഈ അമ്മയും പെങ്ങളൊക്കെ ഉള്ളതല്ലേ. താൻ എന്തിനാ കരയണത്? കാശ് തന്നില്ലെങ്കിൽ സാബിനെ ഞാൻ കൊല്ലേണ്ടി വരുമല്ലോ എന്നോർത്ത് കരഞ്ഞു പോയതാ. നിങ്ങൾ നീന്തി കളിക്കാതെ ഒന്ന് ഉത്സാഹിച്ച് പണിയെടുക്കണോ? ഇവിടെ ഒരു മനുഷ്യന്റെ ജീവൻ മരണ പോരാട്ടം നടക്കണത്. കാരണം കേട്ടോ ചോദിച്ചാ ഞാൻ എന്ത് പറയുന്നത് എനിക്കറിയാൻ പാടില്ല. എന്താ പ്രശ്നം? വണ്ടി ഇടിച്ചെടുത്തും വെള്ളത്തിൽ പോയി. ദൈവമേ തീ പൊരിച്ചേട്ടൻ. അവിടെയല്ല, ദേ ആ ഭാഗത്ത് നോക്ക്. അവിടെ 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 അല്ലേട്ടാ, അവിടെ 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 നോക്ക്. എവിടെ? അവിടെ ദേ, അവൻ അയ്യോ ഇങ്ങനെ ലവനാണ് വെള്ളത്തിൽ ചാടി സത്യം പറഞ്ഞത്. ആ കരക്ക് നിൽക്കുന്നവനാ. ആ പിന്നെ സാബന്തിനെ വെള്ളത്തിൽ ചാടി. അങ്ങനെയെങ്കിലും താനൊന്ന് കുളിക്കട്ടെ എന്ന് കരുതി. ആരാം സാർ. ഒന്ന് മാറി. ചേട്ടൻ ഒന്നും പറ്റില്ലല്ലോ. നിനക്ക് പോയപ്പോ ഒന്ന് പറഞ്ഞിട്ട് ആ പോകാൻ. പെണ്ണിന്റെ കാറ് വന്നു. ഇട നിന്റെ ഡെഡ് ബോഡിക്ക് വേണ്ടിയാണ് ഇവിടെ ജനങ്ങളെല്ലാം തെരച്ചിൽ നടത്തുന്നത്. കണ്ട എയർഫോഴ്സ് ഒന്ന് ഫയർഫോഴ്സ്. ഈശ്വര ഇവന്റെ ഡെഡ് ബോഡി കിട്ടല്ലേ ഈശ്വര. ഹരി, Yep. നീ മരിച്ചില്ലേ? ഇല്ലെന്നേ. ഹാപ്പി ബർത്ത്ഡേ. ഇത് നിന്റെ പുനർജന്മമാടാ. അയ്യോ, ഞാൻ ആ ഫയർഫോഴ്സുകാരെ ഒന്ന് പിടിച്ചിട്ട് വരട്ടെ. ഹരി ചേട്ടാ, വണ്ടി ഇടിച്ചു. ചോട്. ഡിയർ ഫയർഫോഴ്സ്, തെരച്ചിൽ നിർത്തിക്കൊള്ളൂ. നിങ്ങൾ ഇപ്പോൾ തപ്പിക്കൊണ്ടിരിക്കുന്ന ഡെഡ് ബോഡി ജീവനോടുകൂടി തിരിച്ചു വന്ന വിവരം സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. ആഹ്ലാദിപ്പിൻ, അർമാദിക്കിൻ. സാകളെ, കേരള ഫയർഫോഴ്സിനും ഇവിടുത്തെ നാട്ടുകാർക്കും മണവാളാൻ സൽസിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നിക്ക്, ആരാടാ ഫയർഫോഴ്സിനെ വിളിച്ചത്? ഞാനാണ്. അതെന്റെ പൗരധർമ്മമാണല്ലോ. ഇവിടുത്തെ സർവ്വജലവും സെറ്റിൽ ചെയ്തിട്ട് പോയാൽ മതി. ആ സമയത്താണ് അയാൾ അഗസ്തി കൂടാൻ പൊക്കിക്കൊണ്ടുവന്നത്. അഗസ്തികൂടം അല്ല, അസ്ഥികൂടം. ആ എന്ത് കൂടെങ്കിലും ആവട്ടെ. എന്തായാലും ചെയ്തത് ശരിയായില്ല. എന്താ അസ്ഥി കൂടാൻ പൊക്കിക്കൊണ്ടുവന്നതാ? അതല്ല, ഇനി അസ്ഥികൂടത്തിന് മറുപടി പറയേണ്ടി വരുമെന്ന് എന്റെ പേര്. എന്തിനാ മറുപടി പറയണത്? അസ്ഥി കൂടെ ഒന്നും ചോദിച്ചില്ലല്ലോ. ഓ, എന്തൊക്കെയാണെങ്കിലും ആ മണവാളൻ ഒരുപാട് കാശ് ഒന്ന് സഹായിച്ചതാ. അയാളെ കൊണ്ടേ കുഴപ്പത്തിൽ ചാടിക്കരുതായിരുന്നു. അയ്യോ അയാളല്ല ചാടിയത്, കൂടെ ഉണ്ടായ പോലീസുകാരനാ. ഹരീഷ്ണ, ഈ വൃത്തികെട്ട ശബ്ദം ഞാൻ എവിടെയോ കേട്ടു. ഹരീഷ്ണ, ഇതവരെ മാമുണ്ണുകയായിരുന്നോ? ഇതെവിടെയായിരുന്നു സാർ ഇത്ര നേരം? നീ തപ്പാ സ്ഥലം ബാക്കിയൊന്നുമില്ല. നീ പോലീസ് സ്റ്റേഷൻ തപ്പിയാ? ഇല്ലല്ല. ആ, ഞങ്ങൾ അവിടെയായിരുന്നു. നീ എങ്ങനെ അറിയാനാണ്? ഫയർഫോഴ്സുകാർ ഒന്ന് കാശ് ചോദിച്ചപ്പാ നീ വിദഗ്ധമായിട്ട് മുങ്ങിയില്ലേ? നാട്ടുകാര് ഫയർഫോഴ്സിനെ പറ്റിച്ച കുറ്റത്തിന് പോലീസ് ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് ഒടുവിൽ അമിതാഭ് ബച്ചൻ ഉണ്ടല്ലോ, ജിജേന്ദ്രന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചിട്ട് പേര അടച്ചിട്ടാ പോലീസുകാരെ വെറുതെ വിട്ടത്. സർ ടൈം ഈസ് ഓവർ. മേരെ പൈസ ചലത്തെ ഇയാളൊന്ന് ക്ലോസ് ചെയ്ത് കൊടുത്തേ. എന്നെ ക്ലോസ് ചെയ്യാനാ? കാശിന്റെ കാര്യമൊന്നേ. എത്രയാ? 23,330 രൂപ 35 പൈസ. 35 പൈസ ഡിസ്കൗണ്ട്. 23. ആ, കാശൊക്കെ കറക്റ്റാ. കണക്കിന്റെ കാര്യത്തിൽ ഈ ഷാരൂഖ് ഖാൻ ഉണ്ടല്ലോ. അയ്യോ ഷാറൂഖ് ഖാൻ അല്ല, എനിക്കറിയാന്നേ, ദേവാനന്ദ്. മണവാളൻ സാറേ, ഇപ്പൊ മറിക്കാൻ ഞങ്ങളുടെ കയ്യിൽ കാശുണ്ടാവില്ല. കാശൊക്കെ കടയിലിട്ടിരിക്കുക. എങ്കിൽ കടയിലേക്ക് പോവാ. ലോഡായി കിടക്കുക, ഡെലിവറി ഒന്ന് കഴിഞ്ഞോട്ടെ. ആര് ലോഡായ കാര്യമാണോ നീ പറയണേ? എന്നെ തള്ളേ ഞാൻ പടക്കത്തിന്റെ കാര്യോട് പറഞ്ഞത്. ഓ, 3-4 ദിവസം കൂടി കഴിഞ്ഞ ദീപാവലി അല്ലേ? പടക്കം കയറ്റി അയച്ചു കഴിഞ്ഞാൽ കാശ് വരും. അത് വരുമെന്ന് ശ്രമിക്കണം. ഞാൻ വെയിറ്റ് ചെയ്യാ, പക്ഷെ വെയിറ്റിംഗ് ചാർജ് തരണം. എന്ത് വേണേലും തരാം. കാശ് കിട്ടുന്നത് വരെ ഇവിടെ കൂടാല്ലേ? ആ മിസ്റ്റർ ധരം, Yes. തല എവിടെയാണ്? തല ഇവിടെ. അതല്ല, തല വെക്കുന്നത് അവിടെയാണോ ഇവിടെയാണോ? ഇവിടെ. ഓ, ആയിക്കോട്ടെ. ഹേ ഭഗവാൻ. ആ മിസ്റ്റർ ധരം, Yes. വൈകിട്ട് എന്താ കഴിച്ചത്? പരിപ്പും ഉരുളക്കിഴങ്ങും. റിസ്ക് എടുക്കണ്ട. ആ മാനോ മര്യാദയുള്ള ഒരു തെണ്ടിയില്ലടാ ഇവിടെ. യെസ്